ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ചെമ്മീൻ വറുത്തരച്ച് കറി ആയാലോ. ചെമ്മീൻ തീയലെന്ന് പറയും. അത് നല്ല കുറുകിയതാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോസൊക്കെ കുറച്ച് സ്കിപ്പായി പോയതിൻ്റെ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തേങ്ങ, അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞത് ഞാനത് വറുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ഞാനിടുന്ന മസാലകൾ മുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഉപ്പ്, പിന്നെ ലേശം മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. അപ്പം ഈ വറക്കാൻ വെച്ച തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആവത്തില്ലേ, അപ്പോഴത്തേക്ക് ഈ മസാല ഇടും. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. തേങ്ങ നന്നായിട്ട് മൂക്കണം, അതുപോലെ മസാലയുടെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടണം. അപ്പോൾ അതവിടെ തണുക്കാനിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇച്ചിരി എണ്ണ ഒഴിച്ചുകൊണ്ട് ഇപ്പം ഉരുളൻകിഴങ്ങും സവോളയും കൂടിയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ കുറച്ച് ആൾക്കാരുള്ളിടത്താണെങ്കിലും കുറേയേറെ കറി വേണം. അപ്പോൾ പ്രോൺസൊക്കെ അറിയാം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ പൊളിച്ചൊക്കെ വരുമ്പോൾ ഇച്ചിരി ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവർക്കും കഴിക്കാനും ടേസ്റ്റുമൊക്കെ ഏറ്റവും ബെറ്റർ. അപ്പം ഞാനിങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ഉരുളൻകിഴങ്ങ് ചേർക്കും ഞാനത്. ഉരുളൻകിഴങ്ങ് അവിടെ ഇരുന്നിട്ട് വേഗട്ടെ. ആ സമയം കൊണ്ട് ഈ വറുത്ത് വെച്ച് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മീൻ പുളി തന്നെയാണ് ഉപയോഗിക്കുന്നത്, മറ്റേ പുളിയല്ല. അപ്പോൾ മീൻ പുളി ഞാൻ കുതിരാൻ വെച്ചു. നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അരപ്പ്. അപ്പോൾ അത് ആ സൈഡിലോട്ടിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പ്രോൺസ് എടുക്കാം. ഞാൻ 1 കിലോ പ്രോൺസാണ് വാങ്ങിച്ചത്, ഇത്രയേ ഉള്ളൂ. അപ്പം അത് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഉരുളൻകിഴങ്ങും സവോള നന്നപോലെ വഴണ്ട് ഒരു 3/4 വേവായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ പ്രോൺസ് ഇടുന്നുണ്ട്. പ്രോൺസ് ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലേശം ഉപ്പും കൂടി ചേർത്ത്, ഒരുപാട് വേണ്ട, ലേശം മതി കേട്ടോ. ലേശം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ പ്രോൺസ് ഏകദേശം ഒരു മുക്കാലായിട്ടില്ല, ഒരു അരയോളം വെന്തിട്ടിട്ടുണ്ട്. ആ സമയം നമ്മൾ എന്ത് ചെയ്യും, അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം, നമുക്കൊരു കറിക്ക് പാകത്തിന് വെള്ളം അറിയാമല്ലോ, അത്രയും വെള്ളം ഇടണം, ഒഴിച്ച് കൊടുക്കണം. അതോടൊപ്പം നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന നമ്മുടെ പുളി ഒന്ന് കഴുകി അതിലോട്ടിടുക. ഉപ്പ് നോക്കി ഉപ്പിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ആദ്യമൊക്കെ എല്ലാത്തിനും ഉപ്പിട്ടുണ്ടെങ്കിൽ ലേശം ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നു. കാരണം ഉപ്പിൻ്റെ പാകം, ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പാടാം, കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇടാമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാനത് നല്ലതുപോലെ ഇട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നല്ലതുപോലെ തിളപ്പിച്ചപ്പോഴല്ലേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരും. എന്നിട്ട് ചെറിയ തീയിൽ വിട്ടു. അവിടെ നിന്ന് എണ്ണ തെളിയിട്ടെന്ന് കരുതി. ആ സമയം കൊണ്ട് ഞാൻ കടുവറുത്ത് ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുത്ത ശേഷം അടച്ചട വെച്ചു. ഇതാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, കൊഞ്ച് തീയൽ എന്ന് പറയുന്നത്. തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടും കേട്ടോ, പക്ഷെ അതൊന്നും ചെയ്തില്ല. അപ്പം നിങ്ങൾക്ക് കാണാം എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.